Hey pals, welcome back to Mayapara. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റോബോ വാക്യൂമിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഷാർക്കിന്റെ ബ്രാൻഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഐറ്റം മേടിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സെൽഫ് എംറ്റിയിങ് ഫീച്ചർ ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇത് വേണേൽ സ്കെഡ്യൂളിംഗ് ചെയ്യാം. എനിവേ നമുക്ക് ഡിലേ ചെയ്യാതെ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗും റിവ്യൂവും കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച റോബോ വാക്യൂം. ഇതിന്റെ പേര് ഷാർക്ക് മാട്രിക്സ് സെൽഫ് എംറ്റി റോബോട്ട് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ബോക്സിൽ നോക്കാം. ആദ്യം തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഇവിടെ നമുക്കുണ്ട്, അത് മാറ്റി വെക്കാം. പിന്നെ ഇതാണ് നമ്മുടെ റോബോട്ടിൻ്റെ ബോക്സ്. അതേപോലെ ഇതാണ് സെൽഫ് എംറ്റി ബേസ്. ആദ്യം സെൽഫ് എംറ്റി ബേസ് നമുക്കൊന്ന് ഊരാം അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമ്മളിവിടെ മേടിച്ചൊരു ഗ്രേ കളറാണ്. ഇത് കാണാൻ ഇച്ചിരി കൂടെ നല്ലതാണ് പേഴ്സണലി. ബ്ലാക്ക് ഉണ്ട് ഓപ്ഷൻ, അതുമല്ല വൈറ്റും ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് ഗ്രേ ആണ് ഇച്ചിരി കൂടെ കാണാൻ ഒരു ക്ലാസ്. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഫിൽറ്റർ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പുറകിൽ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുൾ ഔട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ ഈ ഡസ്റ്റ് എല്ലാം കളയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഒരു 30 ദിവസം കൂടുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കണം. ഇതിൻ്റെ പുറകിൽ ഒരു ചെറിയ കേബിൾ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെറിയ പ്ലാസ്റ്റിക് സെറ്റപ്പ് ഉണ്ട്. നമുക്കതൊന്ന് ഇതിന് ഊരാം. ഇതാണ് നമ്മുടെ സെൽഫ് എംറ്റി ബേസ്. ഇനി നമുക്ക് നമ്മുടെ റോബോട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ട്. ഇതിൻ്റെ പുറകെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ റോളുണ്ട്. ഈ റോളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിയൊക്കെ ഈ ലോങ് ഹെയർ മുടിയൊക്കെ ആണെങ്കിൽ അത് ഒറ്റയ്ക്ക് തന്നെ കട്ട് ചെയ്ത് ഒരു സ്റ്റക്കൊന്നും ആക്കത്തില്ല. അങ്ങനത്തെ ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. പിന്നെ ഈ ബാക്കിലെ ആ ഒരു റെക്ടാംഗിൾ സൈഡിലാണ് ഇതിൻ്റെ അകത്തുള്ള ഡസ്റ്റ് എല്ലാം നമ്മുടെ സെൽഫ് എംറ്റി ബിന്നിലോട്ട് അത് സക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇവിടെ 2 ടാബ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടാണ് സത്യം പറഞ്ഞാൽ ഡസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഉണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അത് ഡസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് ക്ലീൻ ആക്കി കൊടുക്കണം. നമ്മുടെ റോബോട്ട് ബോക്സിൻ്റെ അകത്ത് ഈ ഒരു ചെറിയ ബ്രഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോർണറിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ അത് ആ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ആക്കും. അപ്പോൾ നമ്മുടെ ഡോക്ക് ഇവിടെ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 to 7 സെക്കൻഡ് ഈ ഡോക്കിൻ്റെ സൈനിൽ ഞെക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ നോക്കാം. അപ്പോൾ ലൈറ്റ് കത്താൻ തുടങ്ങി. കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ ഫുള്ള് LED ലൈറ്റ് വൈറ്റ് ആവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ആൻഡ് ഡോക്ക് 5 to 7 സെക്കൻഡ്സ് ഹോൾഡ് ഡൗൺ ചെയ്യണം. അപ്പോൾ വൈഫൈ ഓൺ ആവും. അപ്പോൾ അത് ഹോൾഡ് ഓൺ ചെയ്യുമ്പോൾ ഇത് പറയും ഐ എം റെഡി ടു കണക്ട് വൈഫൈ ആണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് സെറ്റപ്പ് ചെയ്യണം. ഐ എം റെഡി ടു പെയർ. എത്ര ബട്ടൺസ് ആണ് നമ്മുടെ റോബോട്ടിനുള്ളതാണ് ചോദിക്കുന്നത്. എൻ്റെ 2 ഉണ്ട്. പെയറിംഗ് മോഡ്, പെർമിഷൻ, നമ്മൾ ബ്ലൂടൂത്ത് ഒക്കെ എനേബിൾ ചെയ്യണം. പിന്നെ സ്റ്റാർ സെർച്ചിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് നമ്മുടെ റോബോ വാക്യൂം കണക്ട് ആവും. ഹലോ, ഇറ്റ്സ് ഗ്രേറ്റ് ടു മീറ്റ് യു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടിക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴും 2.4 GHz ഇന്റർനെറ്റ് ആണ് ആവശ്യമുള്ളത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ആപ്പിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ റോബോട്ടിന് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സോമൻ ഇട്ടു. ചെക്ക് മാർക്ക് കൊടുക്കാം. ഡാഷ്ബോർഡ് സ്റ്റാർട്ട് സോമൻ ടു അറ്റ്ലീസ്റ്റ് 50% കണ്ടിന്യൂ. അപ്പോൾ സോമന് 50% ആക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സെറ്റിംഗ് നോക്കാം. അപ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ വാക്യൂം ക്ലീനർ ചാർജ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 3.5 ഏകദേശം 1 മണിക്കൂറോളമായി. ഇപ്പോഴും 35% അങ്ങനെ ആയുള്ളൂ. ഞാൻ എനിവേ അലക്സയിലോട്ട് നമ്മുടെ സോമനെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യാൻ വലിയ പാടില്ല. നമ്മൾ ആ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ഡിവൈസ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ ഷാർക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഷാർക്ക് വാക്യൂം ക്ലീനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സെറ്റപ്പ് മോഡ് കണ്ടിന്യൂ ചെയ്താൽ മതി. നമ്മുടെ അക്കൗണ്ടുമായിട്ട്, അതായത് ഷാർക്കിന്റെ അക്കൗണ്ടുമായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അങ്ങനെ കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ അലക്സയുമായിട്ട് വേണം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏകദേശം 1.5 മണിക്കൂറോളമായി. ഇപ്പോൾ 50% ആയിട്ടുണ്ട്. നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്യുമ്പം നമ്മുടെ ഈ റോബോ വാക്യൂം നമ്മുടെ ഒരു മാപ്പ് ഉണ്ടാക്കും. ഈ ഒരു ഫ്ലോറിൻ്റെ 25 to 45 മിനിറ്റ്സ് എടുക്കുമെന്നാണ് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുള്ളായിട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എവിടെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ മാപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലേ ഔട്ട്. നമുക്ക് യെസ് അപ്രൂവ് എന്ന് കൊടുക്കാം. പിന്നെ ഇനിയും ചെയ്യാൻ പറ്റുന്ന റൂമുകളുടെ പേരുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഇതിനോട് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും ഈ റൂം പോയി ക്ലീൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിനി അടുത്തത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഹാളിൽ സ്റ്റാർട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. 5 മിനിറ്റോളം എടുക്കുമെന്നാണ് ഇത് ഫിനിഷ് ചെയ്യാമെന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ക്ലീനിങ് കൊടുക്കാം. ഹാർഡ്വുഡ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കാർപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ റഗൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമില്ലാതെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ തോന്നുന്നുണ്ട്.
അത്യാവശ്യം നല്ല എല്ലാം ക്ലീൻ ആക്കി കേട്ടോ. ഇത് നമുക്ക് വാക്യൂമിൻ്റെ ഫ്രണ്ട് ഇട്ട് കൊടുക്കാം. ഇത് എടുക്കുമെന്ന് അറിയാൻ വേണ്ടി. എടുത്ത് കേട്ടോ. ഞാൻ അവിടെ ഒരു കേബിളുണ്ട്, നോക്കട്ടെ കേബിളിന് പ്രശ്നം വരുമോ. കേബിൾ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. വാക്യൂം ഫുള്ളായിട്ട് കഴിഞ്ഞു. എനിക്കതിനും തിരിച്ച് ഡോക്ക് ചെയ്യാൻ പോകാൻ. ഡോക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്കതിനെയും അത് വാക്യൂം ഫുള്ളായിട്ടിത് ഓൾറെഡി നമ്മുടെ ഈ റൂം വാക്യൂം ചെയ്തു. ഒരു 8 മിനിറ്റോളം എടുത്തെന്ന് തോന്നുന്നു. നമുക്കിനി ഇതിൻ്റെ ബിന്നൊന്ന് ഊരി നോക്കാം എത്രത്തോളം ഡസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ബിന്നൂരാൻ ജസ്റ്റ് നമ്മൾ ആദ്യം ഈ സൈഡിൽ ഒരു ബട്ടൺ ഞെക്കുക, ഇത് വലിച്ച് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഞെക്കിയാൽ മതി. ഇങ്ങനെ കുറച്ച് സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ട്, അത് നമുക്ക് അറിയാം. അപ്പോൾ അത്രേ ഉള്ളത് ക്ലീൻ ആക്കാൻ. അപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ അകത്ത് റൂമിന് പേര് മാത്രമല്ല, വേണം നമുക്ക് നോ ഗോ സോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. നമുക്കത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാക്യൂം പോകാതിരിക്കാൻ വേണ്ടി റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആഡ് ഞെക്കിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് ഇപ്പം നോ ഗോ എന്നിടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രോഡക്റ്റ് ഡെഫിനറ്റായിട്ട് വെർത്തിട്ടാണ്. വെർത്തിട്ടാണുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് നമ്മുടെ സമയം നല്ലപോലെ സേവ് ചെയ്യും. മിക്കവാറുള്ള ആൾക്കാർ വീക്കെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ ടാസ്ക് ആയിരിക്കും ക്ലീനിങ് അല്ലെ ലോണ്ടറി. അപ്പോൾ ആ ക്ലീനിങ്ങിൽ നിന്ന് പകുതി സമയമോളം ഇത് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഈ ഷാർക്കിൻ്റെ പ്രൊഡക്റ്റിന് ബാഗ്ലെസ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഈ ഡസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഈസി ആയിട്ട് ട്രേ ഓപ്പൺ ചെയ്താൽ ഡസ്റ്റ് കളഞ്ഞാൽ മതി. ചില പ്രൊഡക്റ്റിന് ബാഗുകൾ വേണം. ആ ബാഗുകൾ സ്പെസിഫിക് ആയിട്ട് എല്ലാ തവണവും ഫുൾ ആകുമ്പോൾ മാറ്റുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഷാർക്ക് പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല അവർ വരാൻ. അറ്റ് ദ സെയിം ടൈം മേ ബി വി ആർ ഔട്ട്സൈഡ്. നമ്മൾ ചിലപ്പോൾ ഗ്രോസറി ഷോപ്പിംഗും എല്ലാം പോയിരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഉള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രോസറി ഷോപ്പ് ഇരുന്നുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ഞെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് മൊത്തം ഇത് ക്ലീൻ ആക്കും. സോ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഫസ്റ്റ് ഇംപ്രഷൻ നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കും നമ്മുടെ വീടിനെ പറ്റി. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മെയിൻ റീസൺസ് ഇത് വെർത്തിറ്റ് ആകാൻ. ഇതിന് ഡൗൺ സൈഡുകളും ഉണ്ട്. ആ ഡൗൺ സൈഡിൽ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ ഡസ്റ്റ്ബിൻ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, കുഞ്ഞൊരു ഡസ്റ്റ്ബിൻ ആണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാ ഒരു 1-2 ആഴ്ച കൂടുമ്പോഴും ഇത് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ മെയിൻലി ഇത് ഉപയോഗിക്കുന്ന എൻ്റെ മെയിൻ ഫ്ലോറിലാണ്. സ്റ്റെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒബിയസ്ലി ക്ലൈംബ് ചെയ്ത് മണ്ട വരെ പോകത്തില്ല. അപ്പോൾ ഒരു ഫ്ലോർ മാത്രം നമുക്ക് സത്യമായി നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതൊരു സ്മോൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ സക്ഷൻ അത്രയും പവർ ഇല്ല നമ്മുടെ ട്രഡീഷണൽ വാക്യൂം ക്ലീനർ വെച്ച് കമ്പയർ ചെയ്യും. അപ്പോൾ അഗൈൻ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വാക്യൂം ക്ലീനറിനെ റിപ്ലേസ് ചെയ്യുമല്ല, പക്ഷേ ഒരു ഹെൽപ്പറായിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം